ഹലോ ഗായ്സ്, ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചിക്കനെ വിളിച്ചു. അപ്പം മേഡം പറഞ്ഞു, ഓക്കെ നീ വന്നു, ഞാൻ പകുതി വരെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഞ്ചരക്കണ്ടിയിൽ നിന്ന് മമ്പ്രത്തേക്ക് ബസ്സിനാട്ടോ വന്നത്. അവിടെ ചിക്കോട്ടനുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ചു നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം, വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം, പക്ഷെ നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് ബോർഡോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊട്ടിയൂർ റൂട്ടാണ്. ഞാൻ വെച്ചാൽ നീ കൊട്ടിയൂരേക്കാണോ പോകുന്നത്? കൊട്ടിയൂരേക്കല്ല, അതുവഴി തന്നെ നമുക്കൊരു സ്ഥലമുണ്ട് കാണാൻ, നീ ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയതാട്ടോ. ഇതാണ് പാൽച്ചുരം. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു. കുഞ്ഞു കുഞ്ഞ് കയറ്റങ്ങളോട് കൂടിയ ചുരമാണ്. നമുക്ക് എക്സാക്റ്റ് കുത്തനെയുള്ള കയറ്റങ്ങളൊന്നുമല്ല, അത് മെല്ലെ മെല്ലെ ചെറിയ ചെറിയ കയറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഇവിടുത്തെ വ്യൂസ് എന്ന് പറയുന്നത്. കാരണം നല്ല കോടയായിരുന്നു, നല്ല കോട. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ ഈ ഒരു ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ചിക്കോട്ടിന് ഒരുപാട് സ്ഥലങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് എന്തോ ഒരു മൈൻഡിലൊക്കെ ഒരു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടിയായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കോടയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചുരം ഇറങ്ങുമ്പോഴേക്കും. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം, പിന്നെ അതുപോലെ തന്നെ ചായ കുടിക്കാം, ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ദൂരോട്ടൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകുന്നവർക്കൊക്കെ സുഖമായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചെടുത്തോണ്ട് നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം കോട നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇത് കാണുന്നതിലും കൂടുതൽ കോടയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. മസ്റ്റ് വിസിറ്റാണ്. നമ്മളങ്ങനെ തന്നെ ഈ പാൽച്ചുര നേരെ ഇറങ്ങുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് അതായത് മാനന്തവാടിക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. സോ ഇവിടെ നിന്ന് നമുക്കൊരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയിലിരുന്നതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ജീവിനെയൊക്കെ കണ്ടു. ഈ തേയിലത്തോട്ടത്തിന് കുറച്ചൊന്ന് നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ താഴെ തന്നെയുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊറോട്ടയും ബീഫായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യണം എന്ന് പറയുന്നത് ട്രാവലിങ്ങിലൂടെയാണ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും, പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കില്ല. പിന്നെ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ നമുക്ക് അത് ഓരോ മെമ്മറീസ് നമുക്ക് തരും. സോ എൻ്റെ ജേർണീസ് എന്ന് പറയുന്നത് എപ്പോഴും ചിക്കോട്ടിൻ്റെ കൂടെയാണ്. അതായത് ദ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും